ഹൃദയത്തെ ഉണർത്തുന്ന വിളി. അസ്സലാമു അലൈക്കും വരഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെയും സഹോദരിമാരെയും, ഇന്ന് നമ്മൾ കേൾക്കേണ്ടതും നിർബന്ധമായി പ്രാവർത്തികമാക്കേണ്ടതുമായ ഇസ്ലാമിക ഓർമ്മപ്പെടുത്തലുകളെക്കുറിച്ചാണ് ഈ സന്ദേശം. ഇത് ഒരു സാധാരണ പ്രഭാഷണമല്ല, നിങ്ങളുടെ ഹൃദയത്തെ ഉണർത്തുന്ന, ജീവിതത്തെ തിരുത്തുന്ന ഒരു വിളിയാണ്. ആദ്യം ഓർക്കുക, നമസ്കാരം. ദിവസത്തിൽ 5 സമയങ്ങളിൽ അല്ലാഹു നമ്മെ വിളിക്കുന്നു. ആ വിളി അവഗണിക്കുന്ന ഹൃദയം പതുക്കെ കഠിനമാകുന്നു. നമസ്കാരം സമയത്ത് ശ്രദ്ധയോടെ, ഖുശൂവോടെ നിർവഹിക്കുക. കാരണം നമസ്കാരം വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിൽ ഉള്ള അതിരാണ്. രണ്ടാമത്, ഖുർആൻ. ഇത് വെറും പാരായണം ചെയ്യാനുള്ള പുസ്തകമല്ല. ഇത് ജീവിക്കാൻ ഉള്ള മാർഗദർശനമാണ്. ദിവസേന കുറച്ചെങ്കിലും ഖുർആൻ വായിക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിലെ കൽപ്പനകൾ ജീവിതത്തിൽ നടപ്പാക്കുക. ഖുർആൻ വിട്ടുപോയ വീട് ആത്മീയമായി ശൂന്യമായിരിക്കും. മൂന്നാമത്, ദുആ. നിങ്ങൾ ബലഹീനരാകുമ്പോൾ, വേദനിക്കുമ്പോൾ, സന്തോഷിക്കുമ്പോൾ, എല്ലാ അവസ്ഥയിലും അല്ലാഹുവിനോട് സംസാരിക്കുക. ദുആ ആയുധമാണ്. ദുആ ഇല്ലാത്ത വിശ്വാസി ആയുധമില്ലാത്ത യോദ്ധാവ് പോലെയാണ്. ഇപ്പോൾ കേൾക്കേണ്ട ചില നിർബന്ധ ഓർമ്മപ്പെടുത്തലുകൾ. അറിവ് തേടുക. ഇസ്ലാമിക അറിവ് ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. ഹലാൽ എന്ത്, ഹറാം എന്ത് എന്നറിയാതെ ജീവിക്കുന്നത് അപകടകരമാണ്. വിശ്വസനീയമായ ഉലമാക്കളിൽ നിന്ന് പ്രഭാഷണങ്ങൾ കേൾക്കുക, പഠിക്കുക, സംശയങ്ങൾ ചോദിക്കുക. സ്വഭാവം ശരിയാക്കുക. നബി മുഹമ്മദ് നബിയോട് ചോദിച്ചു, ഏറ്റവും നല്ല മുസ്ലിം ആരാണ്? അദ്ദേഹം പറഞ്ഞു, കൈകൊണ്ടും നാവുകൊണ്ടും മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്തവൻ. നിങ്ങളുടെ വാക്കുകൾ മൃദുവാകട്ടെ, നിങ്ങളുടെ പ്രവൃത്തികൾ നീതിയുള്ളതാകട്ടെ. ഒഴിവാക്കേണ്ട കാര്യങ്ങളും ഓർക്കുക. കള്ളം പറയരുത്. പരദൂഷണം ചെയ്യരുത്. കണ്ണിനെയും ഹൃദയത്തെയും ഹറാമിൽ നിന്ന് സംരക്ഷിക്കുക. ഈ പാപങ്ങൾ ചെറിയതെന്ന് തോന്നിയാലും അവ വിശ്വാസത്തെ പതുക്കെ തകർക്കും. പ്രിയരെ, മരണം ഒരു മുന്നറിയിപ്പില്ലാതെ എത്തും. അതിനു മുമ്പ് നമുക്ക് തിരുത്താൻ കഴിയട്ടെ. ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക. ഒരു നമസ്കാരം പോലും ഒഴിവാക്കില്ല. ഒരു ദിവസം പോലും ഖുർആൻ ഇല്ലാതെ വിടില്ല. ഒരു പാപം വന്നാൽ ഉടൻ തൗബ ചെയ്യും. അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ സത്യമാർഗത്തിൽ ഉറപ്പിക്കട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളെ അവന് പ്രിയപ്പെട്ടതാക്കട്ടെ. ഈ വാക്കുകൾ കേട്ടവരായി മാത്രം അല്ല, പ്രാവർത്തികമാക്കുന്നവരായി നമ്മെ മാറ്റട്ടെ. ആമീൻ.